വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യിന വസ്സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി നാം 2 ക്ലാസ്സുകൾ നമ്മെ കേൾപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും നാം ഉണർത്തിയത് വിശുദ്ധ ഖുർആനിൻ്റെ നിർവചനം. അൽ ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസ് ബി സൂറത്തിൻ മിൻഹു അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇറക്കപ്പെട്ട വചനങ്ങളാണ്, ലഫ്ലുകളാണ്. എന്തിനു വേണ്ടി ഇറക്കപ്പെട്ടതിൽ ഇജാസ്, അമാനുഷികതയ്ക്ക് വേണ്ടി. ബി സൂറത്തിൻ മിൻഹു, ആ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ നിന്നും അതിൽ ഉള്ളതായ ഏതെങ്കിലും ഒരു അധ്യായം അതിൻ്റെ തുല്യത കൊണ്ടുവരുന്നതിന് വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി, ആ ഖുർആനിൻ്റെ ആ ലഫ്ലിൻ്റെ പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടത്. ഈ നിർവചനവുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട വചനമാണ് എന്ന് നാം ചർച്ച ചെയ്തപ്പോൾ എവിടെ നിന്നും വന്നതാണ്? റഹ്മാനുർ റഹീമുമായ റബ്ബിൻ്റെ പക്കൽ നിന്നും വന്നതാണ്. ആരാണ് കൊണ്ടുവന്നത്? റൂഹുൽ അമീനായ മലക്കാണ് കൊണ്ടുവന്നത്. എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും ലഭിച്ചതാണ് ഈ പദങ്ങൾ എന്ന് നാം കേട്ടപ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ചില സംശയങ്ങൾ. ലൗഹുൽ മഹ്ഫൂദ് അദൃശ്യമായതാണ്, റൂഹുൽ അമീൻ അദൃശ്യമായതാണ്. തൻസീലും മിനർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ റബ്ബ് അദൃശ്യമായതാണ്. അദൃശ്യമായ ലോകത്തിൽ നിന്നും മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ വചനം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സംശയം. ഇന്നർ റസൂല, തീർച്ചയായിട്ടും മുഹമ്മദുർ റസൂല് ഇദാ സമിഅഹു, ലൗഹിൽ മഹ്ഫൂദിൽ നിന്നുള്ള പദം റൂഹുൽ അമീനിൽ നിന്നും കേൾക്കുന്നതായ അവസരത്തിൽ, ഇദാ സമിഅഹു മിനൽ മലക്ക്, മലക്കിൽ നിന്നും ഈ പദം കേൾക്കുന്ന സമയത്ത്, കൈഫ യഅരിഫു, എങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി മനസ്സിലാക്കുന്നത്? അന്ന ദാലിക്കൽ മുബല്ലിഅ മലക്കുൻ മഅസൂം, ഈ എത്തിച്ചു കൊടുക്കുന്നത്, ഈ പാരായണം ചെയ്തു കൊടുക്കുന്നതായ വ്യക്തിയാകുന്നത് ഇസ്മത്ത് ലഭിച്ച, സംരക്ഷണം ലഭിച്ച മലക്കാണ്. ലാ ശൈത്താനുൻ ഖബീസ്, വെറുക്കപ്പെട്ട പിശാചല്ല. പിന്നെയോ സംരക്ഷണം ലഭിച്ച മലക്കാണ് ഓതിക്കൊടുക്കുന്നത് എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഈ സംശയം ഖുർആൻ ഇറങ്ങിയതായ സമയത്തും അന്ന് ജീവിച്ചിരുന്ന ചിന്തകന്മാരായ അതേ അവിശ്വാസികൾ പ്രകടിപ്പിച്ചതായ സംശയമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കെത്തിയത് വഹിയാണ്, ദിവ്യ സന്ദേശമാണ്. ഇത് പൈശാചികത്വമല്ല, ഇത് വെളിപാടല്ല, പിന്നെയോ ദിവ്യ സന്ദേശമാണ് എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഈ സംശയത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, ഫൽ വഹ്യു മിനല്ലാഹി തആല, റഹ്മാനും റഹീമുമായ റബ്ബിന്റെ പക്കൽ നിന്നും, അതേ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങളാണ്, ദിവ്യ സന്ദേശങ്ങളാണ് ഈ ലഫ്ദ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. അല്ലാതെ ഇത് വെളിപാടല്ല, ഇതെന്തല്ല, പൈശാചികത്വമല്ല എന്നത്. ലാ യത്തിന്നു ഇല്ലാ ബിസലാസി മറാത്തിബ ഫീ ദുഹൂരിൽ മുഅ്ജിസാത്ത്, 3 മുഅ്ജിസത്തുകൾ വെളിവാകുന്നതിൽ കൂടിയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട അൽ ലഫ്ദുൽ മുനസ്സലു, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ടത് ദിവ്യ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 3 മർത്തബകൾ, 3 സ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ഫീ ദുഹൂരിൽ മുഅ്ജിസാത്ത്, അമാനുഷികത 3 വിഷയത്തിൽ കൂടി സ്ഥിരപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ പദങ്ങളാകുന്നത് ദിവ്യ സന്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.
ഒന്നാമത്തത് അന്നൽ മലക്ക, മലക്ക് ഇദാ സമിഅ ദാലിക്കൽ കലാമ, ഈ വചനങ്ങളെ മലക്ക് കേൾക്കുന്ന അവസരത്തിൽ മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വചനങ്ങൾ മലക്കുകൾ കേൾക്കുന്ന സമയത്ത് ഫലാ ബുദ്ദ ലഹു, വഹീമായിട്ട് വരുന്ന മലക്കിന് ആവശ്യമാണ് മിൻ മുഅ്ജിസത്തിൻ തദുല്ലു അലാ അന്ന ദാലിക്കൽ കലാം, എനിക്ക് ഇടപെട്ടതായ ഈ വചനങ്ങൾ കലാമുല്ലാഹി തആല, അല്ലാഹുവിന്റെ വചനങ്ങളാണെന്ന് അറിയിക്കുന്നതായ അമാനുഷികത ആവശ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഓതി കേൾപ്പിക്കപ്പെട്ടത് അത് വഹിയാണ്, ദിവ്യ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ആ പദങ്ങൾ മുഴുവനും മുഅ്ജിസത്തായിരിക്കും, അമാനുഷികത ഉടയതായിരിക്കുക എന്നത് അത്യാവശ്യമാണ്. രണ്ടാമത് അന്നദാലിക്കൽ മലക്ക, ഈ മലക്കാകുന്നത് വഹിയുമായി വരുന്ന മലക്ക് ഇദാ വസല ഇലർ റസൂൽ, മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് വന്നത് റൂഹുൽ അമീനായ മലക്കാണ് എന്നത് ലാ ബുദ്ദ ലഹു അയ്ലം മിൻ മുഅ്ജിസത്തിൻ, ഇത് പൈശാചികത്വമല്ല, ഈ വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നതായ അമാനുഷികതയും ആവശ്യമാണ്. രണ്ട്, ഒന്നാമത് ഈ ഇറക്കപ്പെട്ടതായ വചനങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതായ അമാനുഷികത. മറ്റുള്ളവർക്കും എന്തുകൊണ്ട് ഇതുപോലെ കൊണ്ടുവരാൻ കഴിയുന്നില്ല, അത് റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ കൊണ്ടുവന്നതായ മലക്കാകുന്നത് അത് മലക്കാണ്, റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഏൽപ്പിക്കപ്പെട്ടതായ റൂഹുൽ അമീനാണ്, ഇത് ശൈത്താനുൻ ഖബീസല്ല എന്ന് സ്ഥിരപ്പെടുത്തുന്നതായ മാനുഷികത. മൂന്നാമതായിട്ട് അന്നദാലിക്കർ റസൂൽ, ഇതിടപ്പെട്ടതായ ലഭിച്ചതായ റസൂല് ഇദാ ഔസലഹു ഇലൽ ഉമ്മത്തി, ഉമ്മത്തിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഫലാ ബുദ്ദ ലഹു അയ്ലം മിൻ മുഅ്ജിസത്തിൻ, ഇതോതി കേൾപ്പിക്കുന്നതായ റസൂല് സാധാരണ മനുഷ്യരല്ല, അവരും അമാനുഷികത ഉടയവരാണ് എന്നും മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആൻ ദൈവീകതയിൽ അധിഷ്ഠിതമായതാണ്, ഇലാഹിയായ വചനങ്ങളാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയതായ വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നാം ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നതായ വചനങ്ങൾ മുഴുവനും അമാനുഷികത ഉടയതാണ്. രണ്ടാമത്തത് കൊണ്ടുവന്നതായ മലക്ക് അമാനുഷികത ഉടയ മലക്കാണ്. മൂന്നാമത്തത് നൽകപ്പെട്ടതായ റസൂല് അമാനുഷികത ഉടയവരാണ്. ഇത് മൂന്നും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ റസൂലിലേക്ക് ഇടപ്പെട്ടതായ വചനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നതാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കല്പം വിശദീകരിക്കാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫ് 54-ാമത്തെ ആയത്തിൽ കൂടി നമ്മോട് ഉണർത്തുന്നു, അലാ ലഹുൽ ഖൽഖ് വൽ അംറ് തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ, അറിയണേ, ലഹു സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ലഹു സർവലോകങ്ങളെയും പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന റബ്ബുൽ ആലമിന്റെ നിയന്ത്രണത്തിലാണ്. അൽ ഖൽഖ് ദൃശ്യമായ ലോകവും, വൽ അംറ് അദൃശ്യമായ ലോകവും. ഖൽഖ് അംറ് എന്ന് പറയുന്നു. ദൃശ്യമായ കാര്യങ്ങളും അദൃശ്യമായ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. തബാറകല്ലാഹു, അല്ലാഹു ഉന്നതനായിരിക്കുന്നു. റബ്ബുൽ ആലമീൻ, അവൻ സർവലോകങ്ങളുടെയും പരിപാലകനാണ്, സംരക്ഷകനാണ്. ഈ പറഞ്ഞതായ വചനത്തിനെ മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ്. വഹുവ, ഈ വചനം, ഈ വാക്ക്, സൂറത്തുൽ അഅറാഫിൽ നിന്നുള്ള 54-ാമത്തെ ഈ വാക്ക് ഇശാറത്തുൻ, സൂചന നൽകുന്നു. ഇലാ അന്ന കുല്ലമാ സിവല്ലാഹി തആല, അല്ലാഹ് ഒഴികെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഖാലിഖായ റബ്ബ് ഒഴികെയുള്ള ബാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഇമ്മാമിൻ ആലമിൽ ഖൽഖ്, ഒന്നിരിക്കൽ ആലമിൽ ഖൽഖ് ദൃശ്യലോകങ്ങളിൽ പെട്ടതായിരിക്കും. അവ മിൻ ആലമിൽ അംരി, അല്ലെങ്കിൽ അദൃശ്യ ലോകങ്ങളിൽ പെട്ടതായിരിക്കും. ആലമുൽ ഖൽഖുണ്ട്, ആലമുൽ അംറുണ്ട്. ദൃശ്യമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതായ ലോകം, നമുക്ക്
ഇന്ദ്രിയങ്ങളായ ലോകം. അമ്മല്ലദീ ഹുവ മിൻ ആലമിൽ ഖൽഖ്, ആലമുൽ ഖൽഖ് ദൃശ്യലോകത്തിൽപ്പെട്ടതാണെന്നതുകൊണ്ടുള്ള വിവക്ഷ. ഫൽ ഖൽഖ്, ഖൽഖ് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അനി തഖ്ദീര്, നിശ്ചയിക്കുക, നിർണയിക്കുക, കണക്കാക്കുക എന്നതിനെ തൊട്ട് പറയുന്നതാണ്. വകുല്ലുമാ, ഒന്നെല്ലാം, കാന ജിസ്മൻ ഔ ജുസ്മാനിയൻ, കാന ജിസ്മൻ ഔ ജുസ്മാനിയൻ, ഖനമുള്ളതോ ശരീരമുള്ളതോ ആയ ഏതൊരു വസ്തുവും, കാന മഖ്സൂസൻ ബിമിഖ്ദാരിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത അളവ് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട, നിശ്ചിതമായ അളവ് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട, അതോടൊപ്പം തന്നെ അത് ഖനമുള്ളതോ ശരീരമുള്ളതോ ആയ എല്ലാ വസ്തുക്കളും ഫക്കാന മിൻ ആലമിൽ ഖൽഖ്, അത് ദൃശ്യമായ ലോകത്തിൽപ്പെട്ടതാണ്, ദൃശ്യലോകത്തിൽപ്പെട്ടതാണ്. ഏത്? കുല്ലുമാ കാന ജിസ്മൻ ഔ ജുസ്മാനിയൻ കാന മഖ്സൂസൻ ബിമിഖ്ദാരിൻ മുഅയ്യനിൻ ഫക്കാന മിൻ ആലമിൽ ഖൽഖ്. ദൃശ്യമായ ലോകത്തുള്ളതായ വസ്തുക്കൾ ഏതാണ്? അതിന് ഖനമുണ്ട്, അതിന് നീളം, വീതി, ആഴം പോലുള്ളതായ ഖനമുണ്ട്, അല്ലെങ്കിൽ അതിന് ശരീരമുണ്ട്, അതോടൊപ്പം തന്നെ നിശ്ചിതമായ അളവ് കൊണ്ട് അതിനെ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാണ് ആലമുൽ ഖൽഖ്, ദൃശ്യലോകം എന്ന് പറയുന്നു. വകുല്ലുമാ, ഒന്നെല്ലാം, കാന ബരീഅൻ അനിൽ ജിസ്മിയ്യത്തി വൽ മിഖ്ദാരി, ഖനത്തിനെ തൊട്ടും അളവിനെ തൊട്ടും ശരീരത്തിനെ തൊട്ടും ഒഴിവായ എല്ലാ വസ്തുക്കളും കാന മിൻ ആലമിൽ അർവാഹി വമിൻ ആലമിൽ അംദി, അതിനെന്താണ്? അദൃശ്യമായ ലോകത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്ന് ആലമുൽ ഖൽഖ്, രണ്ടാമത് ആലമുൽ അംർ, ദൃശ്യലോകം, അദൃശ്യലോകം. വീണ്ടും മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, ثم إذا دققت النظر, നീ നിഷ്പക്ഷമായിട്ട് നിന്റെ ചിന്തയെ അഴിച്ചു വിട്ടാൽ, അലിന്താ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്ന ആലമൽ ഖൽഖ്, ദൃശ്യലോകത്ത്, അതേ ദൃശ്യമായ ലോകത്തുള്ള സർവചരാചരങ്ങളും ഫീ തസ്ഖീറില്ലാഹി തആല, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. വ ആലമിൽ അംദി, എന്നതുപോലെ തന്നെ അദൃശ്യമായ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഫീ തദ്ബീരില്ലാ, അവകളും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. വസ്തില അർറൂഹാനിയത്തി അലൽ ജിസ്മാനിയത്തി, മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവ് അധികാരം പ്രവർത്തിക്കുക എന്നത്, മനുഷ്യ ശരീരത്തിൽ അതാ ആത്മാവ് പ്രവർത്തിക്കുന്ന, ആത്മാവ് കാണാൻ കഴിയാത്തതാണ്, അത് പ്രവർത്തിക്കുക എന്നതും ബി തഖ്ദീരില്ലാഹ്, അല്ലാഹുവിന്റെ നിർണയം കാരണമായിട്ടാണ്, അവന്റെ തീരുമാനപ്രകാരമാണ്, അവന്റെ നിശ്ചയിക്കൽ കൊണ്ടാണ്. ഫലിഹാദൽ മഅന, ഈ പറഞ്ഞതായ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഒന്നിരിക്കൽ ആലമുൽ ഖൽഖായിരിക്കും, അല്ലെങ്കിൽ ആലമുൽ അംറായിരിക്കും എന്നതിലേക്കാണ് ഇശാറത്ത് ചെയ്യുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, എല്ലാ ദൃശ്യമായതും അദൃശ്യമായതും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് അദൃശ്യമായതാണ്, റൂഹുൽ അമീൻ അദൃശ്യമായതാണ്, തൻസീലും മിനർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ റബ്ബിന്റെ പക്കൽ നിന്നും വന്ന വചനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, എങ്ങനെയാണിതിൽ അദൃശ്യമായ പൈശാചികത്വം കൂടി കടന്നുകൂടാൻ സാധ്യതയില്ലേ എന്നതിന് മറുപടിയായി മഹാന്മാരായ ഉലമാക്കൽ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഖുർആനിന്റെ നിർവചനം, അൽ-ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസ് ബി സൂറത്തിൻ മിൻഹു അൽ മുതഅബ്ബദ് ബിതിലാവത്തിഹി. ഖുർആന്റെ നിർവചനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ അൽ-ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മേൽ ഇറക്കപ്പെട്ടതായ വചനങ്ങൾ. ലഫ്ദ്, എന്താണ് ലഫ്ദ് എന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴേ വന്നതായ ലഫ്ദ് അത് ഇലാഹിയാണ്, അത് ശൈത്വാനിയത്തല്ല എന്നതിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഉണർത്തുന്നത്. അപ്പം ഈ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ട ലഫ്ളാകുന്നത് മിൻ ആലമിൽ അംർ, അദൃശ്യമായ ലോകത്തിൽ നിന്നും ആലമുൽ ഖൽഖാകുന്ന ദൃശ്യമായ ലോകത്തേക്ക് ഇറക്കപ്പെട്ടതാണ്. അതിൻ്റെ സ്ഥിരത, അതിൻ്റെ സ്വീകാര്യത എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? കൊണ്ടുവന്നതായ വചനത്തിന്റെ ഇജാസ്, അമാനുഷികത വഴിയും
കൊണ്ടുവരപ്പെട്ടതായ മലക്കിന്റെ അമാനുഷികത വഴിയും ഇറക്കപ്പെട്ടതായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അമാനുഷികത സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇലാഹിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും ഇത് കൊണ്ടുവന്ന മലക്കിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ സൂറത്തു തക്വീറിൽ വിശദീകരിക്കുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم. ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ വചനങ്ങൾ കൊണ്ടുവന്നതായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അമാനുഷികത, ഈ വചനങ്ങൾ ഇറക്കപ്പെട്ടതായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അമാനുഷികത, ഈ വചനങ്ങളുടെ അമാനുഷികത നമുക്ക് ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്നഹു തീർച്ചയായിട്ടും ഈ ഖുർആൻ ലഖൗലു റസൂലിൻ കരീം, കരീമായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതാണ്. നസല ബിഹി ജിബ്രീലു അനില്ലാഹ്, റഹ്മാനും റഹീമുമായ റബ്ബിനെ തൊട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് അതാ കരീം. വമിൻ കറമിഹി അന്നഹു യുഅതാ അഫ്ളൽ അത്വായ വഹുവൽ മഅരിഫത്ത്. ജിബ്രീൽ അലൈഹിസ്സലാമിന് കരീം എന്ന വിശേഷണം നൽകപ്പെട്ടതിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഔദാര്യം നൽകപ്പെട്ടു. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? വഹുവൽ മഅരിഫത്ത്, അറിവിന്റെ ഉടമയാണ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? കരീമായ റസൂലാണ്, മലക്കാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ കരീമായ മലക്കിറക്കുന്ന അവസരത്തിൽ പൈശാചികത്വത്തിന് കടന്നുകൂടാൻ കഴിയില്ല. മുഅ്ജിസത്തുടയതായ അമാനുഷികത ഉടയവരാണ് ആ റസൂലുൻ കരീം എന്ന് തുടർന്ന് വിശദീകരിക്കുന്നു. ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ. ആരാണ് ഈ വചനത്തിനെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തത്? അമാനുഷികത ഉടയവരാണ്. ദീ ഖുവ്വത്തിൻ, ശക്തിയുടയവരാണ്. ഇൻദ ദിൽ അർശി, അർശിന്റെ അടുക്കൽ, അർശുടയതായ റബ്ബിന്റെ അടുക്കൽ. ഇൻദദിൽ അർശ്, അർശിന്റെ ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബിന്റെ അടുക്കൽ ശക്തിയുള്ളതായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മാത്രമല്ല മക്കീനൻ, സ്ഥാനമാനം ഉടയവരാണ്, സ്ഥാനം ഉടയവരാണ്. മുത്താഇൻ സമ്മ അമീൻ, മാത്രമല്ല മുത്താഇൻ, അവർക്ക് വഴിപ്പെടുകയാണ്. സമ്മ, ആകാശങ്ങളിൽ, ആകാശങ്ങളിലുള്ളതായ മലക്കുകളെല്ലാം ഈ കൊണ്ടുവന്നതായ മലക്കിനെ അംഗീകരിക്കുന്നതാണ്. അമീനുൻ, അവർ വിശ്വസ്തരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അമാനുഷികതയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവര് റസൂലുൻ കരീം, കരീം എന്ന വിശേഷണം ഉടയ മലക്കാണ്. ദീ ഖുവ്വത്തിൻ, ഖുവ്വത്ത് എന്ന ആരോഗ്യമുടയവര്, അതായത് അവർ ശക്തിയുടയവര് എന്ന വിശേഷണം ഉടയവരാണ്. മക്കീനൻ, സ്ഥാനമാനം ഉടയവർ എന്ന വിശേഷണം ഉടയവരാണ്. മുത്താഇൻ, അവർക്കവിടെ മുത്താഇൻ സമ്മ, ആകാശങ്ങൾ അംഗീകാരം ലഭിക്കുക എന്ന വിശേഷണം ഉടയവരാണ്. മാത്രമല്ല അമീനുൻ, അവർ വിശ്വസ്തരുമാണ്. ഈ വചനം ഇറക്കിയതായ, കൊണ്ടുവന്നതായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സവിശേഷത, അവരുടെ മുഅ്ജിസത്താണ് ഈ ആയത്ത് നമ്മെ വിശദീകരിക്കുന്നത്. തീർന്നിട്ടില്ല, ഇറക്കപ്പെട്ടതായ നബിയുടെ സവിശേഷത വീണ്ടും വിവരിക്കുന്നു. വമാ സ്വാഹിബുക്കും, ഖുർആൻ കൊണ്ടുവന്നതായ നിങ്ങളുടെ കൂട്ടുകാരനല്ല. ബിമജ്നൂനിൻ ഹത്താ യുത്തഹമ ഫീ ഖൗലിഹി, അവര് പറയുന്നതായ വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ബുദ്ധിഭ്രംശം സംഭവിച്ചവരല്ല. മാത്രമല്ല അവർക്കും പ്രത്യേകതയുണ്ട്. വലഖദ് റആഹു ബിൽ ഉഫഖിൽ മുബീൻ, അദൃശ്യലോകത്ത് നിന്നും വന്നതായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ദൃശ്യലോകത്ത് കഴിയുന്നതായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യരല്ല, അവർ അമാനുഷികത ഉടയവരാണ്. അതായത് ദൃശ്യലോകത്തുള്ള മനുഷ്യരുമായിട്ടും അദൃശ്യലോകത്തുള്ളതായ മലക്കുകളുമായിട്ടും ഇടപഴകാൻ കഴിയുന്നതായ സവിശേഷത, പ്രത്യേകത ഉടയവരാണ്. ഏതുപോലെ മനുഷ്യ ശരീരത്തിൽ ഉളുറൂഫ് എന്ന് പറയുന്നതായ ഉപാസ്ഥികളുണ്ട്.
മനുഷ്യ ശരീരത്തിലുള്ളതായ ഉപാസ്ഥിയുടെ പ്രത്യേകത എന്താണ്? ഉറച്ചതായ എല്ലുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നു, അതോടൊപ്പം തന്നെ മാംസവുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. മനുഷ്യ ശരീരത്തിൽ മയമുള്ളതായ മാംസമുണ്ട്, അതുപോലെ തന്നെ ഉറച്ചതായ പാറ പോലെ ഉറച്ചതായ എല്ലുകളുണ്ട്. ഇത് രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഉപാസ്ഥി എന്നുള്ളത്. എന്നതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അദൃശ്യമായ ലോകത്തുള്ളതായ മലക്കുകളെ കാണാനും ദൃശ്യലോകത്തുള്ളതായ മനുഷ്യരുമായിട്ട് ഇടപഴകാനും കഴിയുന്നവരാണ്, മുഅ്ജിസത്തുടയവരാണ്, അമാനുഷികത ഉടയവരിലേക്കാണ് ഈ വചനങ്ങളെ ഇറക്കപ്പെട്ടത്. വലഖദ് റആഹും, ആ സ്വാഹിബ് ഈ റസൂലിനെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖിൽ മുബീൻ, യഥാർത്ഥ രൂപത്തിനായി സൃഷ്ടിക്കപ്പെട്ടതായ രൂപത്തിൽ ചക്രവാളത്തിൽ വെച്ച് കണ്ടവരാണ്. വമാഹുവ, ഈ ഖുർആൻ ഇറക്കപ്പെട്ട റസൂലല്ല അലൽ ഗൈബി അയ ഖബറുസ് സമാഇൽ ഗായിബി അന്നഹിൽ അർളി, ദൃശ്യമായ ലോകത്തുള്ളവരെ തൊട്ട് മറഞ്ഞതായ അദൃശ്യമായ ലോകത്തുള്ളതായ വാർത്തകൾ എത്തിച്ചു തരുന്നവരിൽ തരുന്ന വിഷയത്തിൽ ബിളനീൻ, 7 ഖിറാഅത്തിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ബിളനീൻ എന്നുണ്ട്, അതിന്റെ അർത്ഥമാകുന്ന അൽ മുത്തഹമോ, തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരല്ല. ബിളനീൻ എന്നൊരു ഖിറാഅത്തുണ്ട്. ലൈസ ബിബഖീലൻ, അവരെന്താണ്, അവർക്ക് ലഭിച്ചതായ ദിവ്യ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു ലുബ്ധതയുമില്ല. അൽ മഅന വമാഹുവാലൽ ഗൈബി ബിളനീൻ എന്നതിൻ്റെ അർത്ഥമാകുന്നത് അന്നഹു, തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതായ മുഹമ്മദുർ റസൂലുള്ളാഹി യുഖ്ബിറു, പറഞ്ഞു തരുന്നു, ബിൽ ഗൈബി, അദൃശ്യമായ ലോകത്ത് നിന്നും വന്നതായ വാർത്തകളെ അറിയിച്ചു തരുന്നു. വയുബയ്യിനുഹു, അത് വിശദീകരിച്ചു തരുന്നു. വലാ യക്തുമുഹു, ആ റസൂൽ മറച്ചു വയ്ക്കുന്നില്ല. കമാ യക്തുമുൽ കാഹിനു, പിശാചിന്റെ പക്കൽ നിന്നും ലഭിക്കുന്നതായ വചനങ്ങൾ ജ്യോത്സ്യന്മാർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് കൂലി ലഭിച്ചാൽ മാത്രമേ എത്തിച്ചു കൊടുക്കുകയുള്ളൂ. അവർ മറച്ചു വയ്ക്കുന്നു. അങ്ങനെ മറച്ചു വയ്ക്കുന്നവരെല്ലാം ഇങ്ങനെ വിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ അമാനുഷികതയും അതോടൊപ്പം തന്നെ ആ ഖുർആൻ കൊണ്ടുവന്നതായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അമാനുഷികതയും ഈ ഖുർആൻ ഇറക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അമാനുഷികതയാണ് ഈ സൂറത്തിന്റെ ലളിതമായ ചില വചനങ്ങൾ കൂടി വിശദീകരിക്കുന്നു. വീണ്ടും ധാരാളം നമുക്ക് ഈ വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാനുണ്ട്. എന്നിട്ടതാ വീണ്ടും അപ്പോഴ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്, അമാനുഷികത വിശദീകരിച്ചു. ആ ഖുർആൻ ഇറക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അമാനുഷികത വിശദീകരിച്ചു. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഓതിത്തരുന്നതായ വചനം വമാ ഹുവ, ഈ ഖുർആനല്ല, ബിഖൗലി ശൈത്വാനിർ റജീം, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ തൊട്ട് അകറ്റപ്പെട്ടതായ പിശാചിന്റെ വചനമല്ല. ഏതുപോലെ കാനാഹുരു മക്ക, മക്ക നിവാസികൾ യഖൂലൂന പറഞ്ഞിരുന്നു, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആനാകുന്നത്, യജീഉ ബിഹി, ഖുർആൻ കൊണ്ടുവരുന്നു, ശൈത്താനുൻ, പിശാച് കൊണ്ടുവന്നതാണ്, ഫയുൽഖീഹി അലാ ലിസാനിഹി, പിശാച് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നാവിലേക്ക് ഇട്ടുകൊടുത്തതാണ് എന്ന് മക്ക കുഫാർ പറഞ്ഞപ്പോൾ ഫനഫല്ലാഹു ദാലിക, അങ്ങനെ പൈശാചികത്വമല്ല. ആ കാലഘട്ടത്തിൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പിശാചിനെ സേവിച്ചുകൊണ്ട് ഞങ്ങൾക്കും അത്ഭുതകരമായ കാര്യങ്ങളും അമാനുഷികത പറയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു വന്നവർ, അവരുടെ വചനങ്ങൾക്ക് അതാ ഇജാസ്, അമാനുഷികത ഇല്ലാത്തത് കൊണ്ട് അവരുടെ വാക്കുകൾക്ക് നിലനിൽപ്പുണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് കാന അഹ്ലു മക്ക, മക്ക നിവാസികളായിരുന്നു, യഖൂലൂന, അവർ പറഞ്ഞിരുന്നു, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ, യജീഉ ബിഹി ശൈത്വാനും ഫയുൽഖീഹി അലാ ലിസാനിഹി, പിശാച് കൊണ്ടുവന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നാവിലേക്ക് ഇട്ടുകൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഫനഫാദാലിക, റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നിഷേധിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, ഇത് പിശാചിന്റെ വചനമല്ല. അങ്ങനെയാണെങ്കിൽ പിശാച് സേവയുള്ളവർ കൊണ്ടുവന്നതായ വചനങ്ങളുടെ ഇജാസ് സ്ഥിരപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ശരിക്കും നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കുമ്പോൾ, ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങൾ രക്ഷിതാവായ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് സ്ഥിരപ്പെടുത്തണമെങ്കിൽ 3 മുഅ്ജിസത്തുകൾ, 3 അമാനുഷികത,
ഒന്നിറക്കപ്പെട്ടതായ വചനങ്ങളുടെ അമാനുഷികത ഇന്നും തല ഉയർത്തി നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് കൊണ്ടുവന്നതായ മലക്കിന്റെ റസൂലിന്റെ അമാനുഷികത, മൂന്നാമതായിട്ട് ഇറക്കപ്പെട്ടതായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികത നമുക്ക് വീണ്ടും വിശദീകരിക്കാം. റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരാ ലി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ദക്കറല്ലാഹു ഖുവ്വതക, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, അല്ലാഹു തആല നിങ്ങളുടെ ശക്തിയെ പ്രശംസിക്കുന്നു. ഫമാദാ ബലഅത, ഏതാണ് നിങ്ങളുടെ ശക്തി എന്ന് ഒന്ന് വിശദീകരിച്ചു തരുമോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ പാലാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റഫഅതു, ഞാൻ ഉയർത്തി, ഖുറയ്യാത്തി ഖൗമി ലൂത്തിൻ അൽ അർബഅ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത താമസിച്ചിരുന്നതായ 4 പ്രദേശങ്ങളെ ഞാൻ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ട് വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഞാനതാ പറിച്ചെടുത്തുയർത്തി. അലാ ഖവാദിമി ജനാഹി, എന്റെ ചിറകിന്റെ മുൻഭാഗം കൊണ്ട് JCB കൊണ്ട് വലിയ വലിയ വീടുകൾ മറിച്ചിടുന്നത് പോലെ, അലാ ഖവാദിമി ജനാഹി, എന്റെ ജനാഹി ചിറകിന്റെ മുൻഭാഗങ്ങളെ കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ അവർ താമസിച്ചതായ പ്രദേശങ്ങളെ ഒന്നടങ്കം ഉയർത്തി. ഹത്താ, ഏതുവരെ ഉയർത്തിയ സമയത്ത്, ഹത്താ ഇദാ സമിഅ അഹ്ലുസ് സമാഇ, വാനലോകത്തുള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞു, നുബാഹൽ കിലാബ്, ആ പ്രദേശത്തുള്ളതായ നായ്ക്കളുടെ കുരച്ചിലുകൾ, ശബ്ദങ്ങൾ, വാസ്വാത്തദ്ദുജാജ്, കോഴികളുടെ ശബ്ദങ്ങളെല്ലാം കേൾക്കുകയുണ്ടായി. ആർക്ക്? വാനലോകത്തുള്ള മലക്കുകൾക്ക്. ആ രൂപത്തിലൊരു ശിക്ഷ വരുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പായിട്ട് മൃഗങ്ങളും പക്ഷികളും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഇവകളുടെ ശബ്ദം കേൾക്കുകയാണ്, നായ്ക്കളുടെ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഈ സമയത്ത് തന്നെ ഖലബുത്തുഹാ, ഞാൻ ആ പ്രദേശത്തിനെ എടുത്തു മറിച്ചിടുകയാണ് ചെയ്തത്. വദക്കറ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളായ ഇമാമിങ്ങളിൽപ്പെട്ട മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അമാനുഷികത ദീ ഖുവ്വത്തിൻ എന്ന പദത്തിനെ വിശദീകരിക്കുന്നു. അന്ന ശൈത്വാനൻ, പിശാച്, യുഖാലു ലഹുൽ അബിയദു സാഹിബുൽ അംബിയായ ഖസദ അൻ യഫ്തിന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുന്നതായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവ്യക്തത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പിശാച് ശ്രമിച്ചപ്പോൾ ഫദഫഅഹു ജിബ്രീൽ അലൈഹിസ്സലാം ആ പിശാചിനെ ഒന്ന് തട്ടി. ദഫ്അത്തൻ റഖീഖത്തൻ, ലളിതമായ രൂപത്തിൽ ഒരു തട്ടല് തട്ടി. വഖഅ ബിഹാ, അത് കാരണമായിട്ട് വീണു. മിൻ മക്കത്ത, മക്കയിൽ നിന്നും ഇലാ ഖുസ്സൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു പ്രദേശത്തിലേക്ക് ചെന്ന് വീണു എന്നും മഹാന്മാരായ ഇമാമീങ്ങൾ പിശാചിന് ഒരു നിലയ്ക്കും തന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറക്കി കൊടുക്കുന്ന അവസരത്തിൽ അവ്യക്തത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കഴിയാത്ത മലക്കാകുന്ന ദീ ഖുവ്വത്തിൻ എന്ന മലക്ക് മുഖേനയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആനിനെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അമാനുഷികത, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അമാനുഷികത, ഇറക്കപ്പെട്ട വചനത്തിന്റെ അമാനുഷികത, ഇവകളെല്ലാം ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. വീണ്ടും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങൾ ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സൂറത്ത് ഫുസ്സിലത്ത് 42-ാമത്തെ ആയത്തിൽ കൂടി നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങൾ അത് ദൈവീകത അടങ്ങിയതാണ്, അത് ദൈവീകതയാണ്, അത് ഇലാഹിയായ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹിയാണ്. ലാ യഅതീഹി, ആ ഖുർആനിനെ കൊള്ള വരികയില്ല, അൽ ബാത്തിലു, ബാത്തിൽ വരികയില്ല, മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുൻഭാഗത്തിൽ കൂടെയോ പിൻഭാഗത്തിൽ കൂടെയോ അൽ ലഫ്ദുൽ മുനസ്സൽ ഇറക്കപ്പെട്ടതായ വചനങ്ങളിൽ ബാത്തിലെത്തുകയില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹക്കീം എന്ന വിശേഷണമുടയതായ, ഹമീദ് എന്ന വിശേഷണമുടയതായ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഇതിനെ ചുരുക്കി പറഞ്ഞാൽ ഇമാമിങ്ങൾ പറയുന്നു,
ഖാല ഖത്താദത്തു ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ബാത്തിലു ലാ യഅതീഹിൽ ബാത്തിലു, ബാത്തിൽ എന്ന പദം കൊണ്ടുള്ള വിവക്ഷ ഹുവ ശൈത്വാനു, പിശാചാണ്. ലാ യസ്തതിഉ, പിശാചിന് കഴിയുകയില്ല അയ്യു അയ്യറഹു, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തതായ ലഫ്ളിൽ വ്യത്യാസപ്പെടുത്തുവാനോ, ഔ യസീദ ഫീഹി, അതിൽ വർദ്ധിപ്പിക്കുവാനോ, ഔ യൻഖുസ മിൻഹു, അതിൽ ചുരുക്കം വരുത്തുവാനോ സാധിക്കുകയില്ല എന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു ലാ യഅതീഹിൽ ബാത്തിലു, ഈ ഇറക്കപ്പെട്ട മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങൾ ഇലാഹിയാണ്, റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. വഖാല മുഖാത്തിലുൻ, ഇമാമിങ്ങളിൽപ്പെട്ട മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യഅതീഹി, ബാത്തിൽ എന്ന പദത്തിന്റെ അർത്ഥം ലാ യഅതീഹി, ഈ ഖുർആനിന്റെ അടുക്കൽ വരികയില്ല, അത്തക്ദീബു മിനൽ കുതുബില്ലദീ ഖബ്ലഹു, അത്തക്ദീബു മിനൽ കുതുബില്ലത്തി ഖബ്ലഹു, ഈ ഖുർആനിന് മുമ്പ് ഇറക്കപ്പെട്ടതായ ഖുർആന് മുമ്പ് ഇറക്കപ്പെട്ട ഇലാഹി ഗ്രന്ഥങ്ങൾക്ക് ഈ ഖുർആനിനെ കളവാക്കാൻ കഴിയുകയില്ല. വലാ യജീഉ മിൻ ബഅദിഹി, ഈ ഖുർആനിന് ശേഷം വരികയില്ല കിതാബും ഫയുബ്തിലുഹു. ലാ യഅതീഹിൽ ബാത്തിലു എന്ന പദത്തിന്റെ അർത്ഥം തഫ്സീറുൽ ബഅവി ഇമാം വിശദീകരിക്കുന്നുണ്ട്. വലാ യജീഉ മിൻ ബഅദിഹി, ഖുർആനിന് ശേഷം വരികയില്ല കിതാബുൻ, ഒരു പുസ്തകം, ഫയുബ്തിലുഹു, ആ പുസ്തകത്തിലുള്ളതായ സാഹിത്യങ്ങളും അമാനുഷികതയും ഈ ഖുർആനിനെ ബാത്തിലാക്കാൻ കഴിയുന്നത് പ്രപഞ്ചത്തിലുണ്ടാവുകയില്ല. ഖൗലുഹു തആല ലാ യഅതീഹിൽ ബാത്തിൽ എന്ന പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നു, ഫീഹി സലാസത്തു അഖ്വാലിൻ, ലാ യഅതീഹിൽ ബാത്തിലു, ബാത്തിൽ എന്ന പദത്തിന് 3 അഭിപ്രായമാണുള്ളത്. ഒന്ന് തക്ദീബ്, ഈ ഖുർആനിൽ പറയുന്ന വചനങ്ങളെ കളവാക്കാൻ പറ്റുകയില്ല. കാലഹു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്ത തഫ്സീറാണ്. രണ്ടാമത്തെ തഫ്സീർ അശ്ശൈത്വാനു, പിശാചിനിതിന് കൈകടത്തലുകൾ നടത്താൻ കഴിയുകയില്ല. മൂന്നാമതായിട്ട് തബിദയിലോ, ഇതിനെ മാറ്റിത്തിരുത്താൻ കഴിയുകയില്ല. റുവിയ, ഈ രണ്ടർത്ഥത്തിനെയും അൻ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്തു. ഖാല ഖത്താദത്തു, വീണ്ടും തുടർന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യസ്തതിഉ ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി എന്ന വാക്കിന്റെ അർത്ഥമാകുന്നത് ലാ യസ്തതിഉ ഇബ്ലീസുൻ, ഇബ്ലീസിന് സാധിക്കുകയില്ല അൻ യൻകുസഹു മിൻഹു ഹഖ്ഖാ, ഈ കലാമിൽ നിന്നും, ഈ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വാക്കിൽ നിന്നും, വചനത്തിൽ നിന്നും ഒരു സത്യത്തിനെയും ചുരുക്കാൻ പിശാചിന് കഴിയുകയില്ല. വലാ യസീദു ഫീഹി ബാത്തിലൻ, ഒരു ബാത്തിലിനെയും ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടാൻ കഴിയുകയില്ല. വഖാല മുജാഹിദുൻ ലാ യദ്ഖുലു ഫീഹി മാ ലൈസ മിൻഹു അൽ-ലഫ്ദുൽ മുനസ്സലു, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ലാ യദ്ഖുലു ഫീഹി മാ ലൈസ മിൻഹു, അതിൽ പെടാത്തതൊന്നും തന്നെ അതിൽ കടന്നുകൂടുകയില്ല. കാരണം കടത്തിക്കൂട്ടാൻ കഴിയുകയില്ല. കാരണം അത്രയ്ക്കും അത് മുഅ്ജിസത്ത്, അമാനുഷികത ഉടയതാണ്. തഫ്സീർ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് ഈ ആശയം വിശദീകരിക്കുകയാണ്. നാം ശരിക്കും നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കുന്ന അവസരത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഇറക്കിക്കൊടുത്തതായ ആ ലഫ്ളിൽ പൈശാചികത്വത്തിന് യാതൊരു ദഖലും ഇല്ല, യാതൊരു പ്രവേശനവുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അദൃശ്യമായ ലോകത്തിൽ നിന്നും ദൃശ്യമായ ലോകത്തേക്ക് വഹി ഇറങ്ങുന്ന രൂപം എങ്ങനെയാണെന്ന് സൂറത്ത് ശൂറയിൽ 51-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂലൻ ഫയൂഹിയാ ബിഇദ്നിഹി മാ യശാ ഇന്നഹു അലിയുൻ ഹകീം. ആലമുൽ അംറിൽ നിന്നും, അദൃശ്യമായ ലോകത്തിൽ നിന്നും ദൃശ്യമായ ലോകത്ത് താമസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വഹി എത്തുന്ന രൂപം എങ്ങനെയാണ്, കഴിഞ്ഞുപോയ നബിമാരിലേക്ക് വഹി എത്തിയത് എന്നതിനെ സംബന്ധിച്ച് അതാ ജൂതന്മാരുടെ സംശയം മാറ്റിക്കൊടുക്കുകയാണ്. വമാക്കാനിൽ ബശരൻ, ഒരു മനുഷ്യനും യോജിച്ചതല്ല,
അയ്യുകല്ലിമഹുല്ലാഹു, ആ മനുഷ്യനോട് അല്ലാഹു തആല സംസാരിക്കുക എന്നത് ഇല്ലാ വഹിയൻ, ഒന്നുകിൽ വഹിയോടുകൂടിയായിരിക്കും, വഹിയായിരിക്കും, ഔ മിൻ വറാഇ ഹിജാബിൻ, അല്ലെങ്കിൽ മറയുടെ പിന്നിൽ നിന്നായിരിക്കും, ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ ദൂതരെ അയക്കുന്നതാണ്, ഫയൂഹിയ, ആ ദൂതരത പറഞ്ഞു കൊടുക്കുന്നു, ബിഇദ്നിഹി, റബ്ബിന്റെ അനുവാദപ്രകാരം, മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചത് മുഴുവനും വഹിയായിട്ട് എത്തിക്കുന്നു. ഇന്നഹു അലിയുൻ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതായ വിഷയം നടപ്പാക്കുന്നതിൽ അവൻ അതിയുന്നതനാണ്, ഹിക്മത്തുടയവനാണ്, മനുഷ്യർക്ക് അവനെ കാണാൻ കഴിയാത്തവനാണ്. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം? അന്നൽ യഹൂദ, ജൂതന്മാരെ ഖാലു പറഞ്ഞു, ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹിയോട് പറഞ്ഞു, അലാ തുകല്ലിമുല്ലാഹ, എന്ത് നീ റബ്ബിനോട് അങ്ങോട്ട് സംസാരിക്കാത്തത്? വതൻദുറു ഇലൈഹി, എന്തേ റബ്ബിനെ കൊള്ള നീ നോക്കിക്കൊണ്ട് സംസാരിക്കാത്തത്? ഇൻ കുന്ത നബിയൻ, നീ നബിയാണ് എങ്കിൽ, നീ പ്രവാചകത്വം ഉടയവരാണ് എങ്കിൽ റബ്ബിനെ നോക്കിക്കൊണ്ട് എന്തേ സംസാരിക്കാത്തത്? കമാ കല്ലമഹു മൂസ, മൂസ നബി അലൈഹിസ്സലാം റബ്ബിനെ നോക്കിക്കൊണ്ട് സംസാരിച്ചതുപോലെ എന്ന് ജൂതന്മാർ നബി തങ്ങളോട് പറഞ്ഞു. വനദറ ഇലൈഹി, മൂസ നബി അലൈഹിസ്സലാം റബ്ബിനെ കൊള്ള നോക്കിയല്ലോ. അപ്പോൾ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ലം യൻദുർ മൂസ ഇലല്ലാഹി അസ്സ വജൽ, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് നോക്കിയിട്ടില്ല, അല്ലാഹുവിനെ കണ്ടിട്ടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹ് ഇല്ലാ വഹയൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ വഹിയായിരിക്കും, യൂഹാ ഇലൈഹി ഫിൽ മനാമി ഔ ബിൽ ഇൽഹാമി, ഉറക്കത്തിലോ അല്ലാതെയോ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യമായ ലോകത്തിൽ നിന്നും ദൃശ്യലോകത്തുള്ള നബിമാരിലേക്ക് അതാ വിജ്ഞാനങ്ങൾ, അതോടൊപ്പം തന്നെ കൽപ്പനകളും നിരോധനകളും ഇട്ടുകൊടുക്കുന്നത് വഹി മുഖേനയായിരിക്കും. ഔ മിൻ വറാഇ ഹിജാബിൻ, അല്ലെങ്കിൽ മറയുടെ പിന്നിൽ നിന്നായിരിക്കും. യസ്മഉഹു കലാമഹു, അല്ലാഹുവിന്റെ കലാമിനെ കേൾക്കും, വലാ യറാഹു, റബ്ബിന്റെ ദാത്ത് കാണാൻ കഴിയുകയില്ല. കമാ കല്ലമഹു മൂസ, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കണ്ടു എന്ന് വാദിച്ചതായ ജൂതന്മാർക്ക് റദ്ദായിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുകയാണ് ചെയ്തത്, റബ്ബിനെ കണ്ടിട്ടില്ല. അങ്ങനെ യോജിച്ചതായ വിഷയമല്ല. മൂന്നാമത്തത് യുർസില റസൂല, അല്ലാഹു തആല ദൂതന്മാരെ അയക്കുന്നതാണ്. ഇമ്മാ ജിബ്രീല, ഒന്നിരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരിക്കും, ഔ ഗൈറുഹു മിനൽ മലായിക, അല്ലെങ്കിൽ മലക്കുകളിൽ നിന്നും മറ്റുള്ളവരെ. ഫയൂഹി ബിഇദ്നിഹി മാ യശാ, അയൂഹി ദാലിക റസൂലി ഇലൽ മുർസലി ഇലൈഹി ബിഇദ്നിഹി മാ യശാ, അയക്കപ്പെട്ടതായ ദൂതന്മാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതായ സന്ദേശം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅലം, അറിയുക, അന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിഹിൽ അഖ്സാമി സലാസത്തി, ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും വഹയൻ, വഹിയാണ്. എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നില്ല? മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് സംസാരിച്ചതുപോലെ എന്ന് ജൂതന്മാര് പറഞ്ഞപ്പോൾ, വമാ കാന ലി ബശറിൻ, ഒരു മനുഷ്യനും യോജിച്ചതല്ല, അയ്യുകല്ലിമഹുല്ലാഹ്, അല്ലാഹു തആല അവരോട് സംസാരിക്കൽ. കാരണം അല്ലാഹു തആല ഇന്നഹു അലിയുൻ ഹക്കീമാണ്, അവൻ അലിയും ഹക്കീമും ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത് ദിവ്യത്വമാണ്. ആ ദിവ്യത്വത്തിലേക്ക്, നബി തങ്ങൾക്ക് ലഭിച്ചതായ ഇലാഹിയായ വചനങ്ങളിലേക്ക് മറ്റാർക്കും തന്നെ ഒന്നും കൈകടത്തലുകൾ നടത്താൻ കഴിയില്ല. നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ പരിഭാഷകൾക്കും അപ്പുറമാണ്. ഒരു പരിഭാഷ നൽകിക്കൊണ്ട് അതിൻ്റെ പദങ്ങളുടെ അർത്ഥത്തിനെ നിജപ്പെടുത്താൻ കഴിയുകയില്ല. ആർക്കും തന്നെ അതിൽ കൈകടത്തലുകൾ നടത്താൻ കഴിയുകയില്ല. സൂറത്തുൽ ഹാഖ 44-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖ്വാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വത്തീൻ. ഈ വചനങ്ങളിൽ ആർക്കും കൈകടത്തലുകൾ നടത്താൻ കഴിയുകയില്ല.
മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ആ ലഫ്ളുകളെ മാറ്റിത്തിരുത്താൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത് നമ്മോട് ഉണർത്തുന്നു. വലൗ തഖവ്വല അലൈന, നമ്മുടെ മേൽ നിർമ്മിച്ചുണ്ടാക്കി പറയുകയാണ് എങ്കിൽ, ബഅദൽ അഖ്വാബിലി, അതെ ചില സ്വന്തം ശരീരത്തിൽ നിന്നും അത്താബി ശൈഇൻ മിൻ ഇൻദി നഫ്സിഹി, ബഅദൽ അഖ്വാബിലി എന്നതിൻ്റെ അർത്ഥം വലൗ തഖവ്വല, നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞാൽ, അലൈന നമ്മുടെ മേൽ, നമ്മുടെ കലാമാകുന്ന ഖുർആനിൽ, ബഅദൽ അഖ്വാബിലി സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു, അവരുടെ പക്കൽ നിന്നും നാം പ്രതികാരം ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട്? ബിൽ യമീൻ, നമ്മുടെ ഖുദ്റത്ത് കൊണ്ട്. സുമ്മ ലഖതഅനാ മിൻഹു, പിന്നെ അവരിൽ നിന്നും നാം മുറിച്ചു കളയുന്നതാണ്. അൽ വത്തീൻ, അവരുടെ ഹൃദയത്തിനെ ബന്ധിപ്പിക്കുന്നതായ ഞരമ്പിന്, ഹൃദയത്തിലേക്ക് രക്തം ഒഴുക്കുന്നതായ രക്തനാടിയെ കണ്ഠനാടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു കളയും. മരണത്തിന് കാരണമാകുന്നതായ അതേ ഞരമ്പാണ് വത്തീൻ എന്ന പദത്തിന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, നിയാത്തുൽ ഖൽബി, ഹൃദയവുമായി ബന്ധിച്ചു കിടക്കുന്ന ഒരു ഞരമ്പ്. ഫൈദൻ ഖത്തഅത്, മുറിഞ്ഞാൽ മാത്ത സ്വാഹിബഹു, ഉടനെ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ മരിച്ചു പോകും. അങ്ങനെ നമ്മുടെ വചനത്തിൽ ഇല്ലാത്തതാരെങ്കിലും കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ നാം അവരോട് പ്രതികാരമെടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അമാനുഷികതയിൽ കൂടി നമ്മോട് ഉയർത്തിപ്പിടിക്കുന്നു. വീണ്ടും സൂറത്ത് യൂനുസിൽ പറയുന്നു, ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. നബിയെ തങ്ങൾ പറയുക, മാ യകൂനു ലി, എന്നോട് യോജിച്ചതല്ല, അൻ ഉബദ്ദിലഹു, ഖുർആനിനെ മാറ്റുക, മിൻ തിൽഖാഇ നഫ്സി, എൻ്റെ സ്വന്തം കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ട്, ഇന്നത്തബിഉ, ഞാൻ പിൻപറ്റുന്നില്ല, ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടത് മാത്രമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഫീമാ ആമുറുക്കും ബിഹി വ അൻഹാക്കും അൻഹു, ഞാൻ നിങ്ങളോട് പറയുന്നത്, കൽപ്പിക്കുന്നത്, നിങ്ങളോട് നിരോധിക്കുന്നത് മുഴുവനും ഇലാഹിയായ വഹി മാത്രമാണ്. ആ വഹിയിൽ ആർക്കും തന്നെ കൈകടത്തലുകൾ നടത്താൻ കഴിയുകയില്ല. വീണ്ടും സൂറത്ത് നജ്മിൽ പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ മാ നുത്ഖുഹു ഫിദ്ദീൻ, ദീനിയായ വിഷയത്തിൽ, ശരീഅത്തിന്റെ വിഷയത്തിൽ അവിടെ നിന്ന് പറയുന്നത് മുഴുവനും ഇല്ലാ വഹ്യുൻ യൂഹാ, ഇലാഹിയായ വഹി മാത്രമാണ്. വീണ്ടും തീർന്നില്ല, വിശുദ്ധ ഖുർആനിൽ മറ്റാർക്കും ഒന്നും കൈകടത്തലുകൾ നടത്താൻ കഴിയുകയില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായ, ഉണർത്തിയതായ ആയത്തുകളാണ്. വീണ്ടും വയിൻ യഖാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറഹു വഇദൻ ലത്തഖദൂക ഖലീലാ. സൂറത്തുൽ ഇസ്രാ 73-ാമത്തെ ആയത്തിൽ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ അന്ന് ജീവിച്ചിരുന്നതായ ശത്രുക്കളുടെ ആഗ്രഹം എന്തായിരുന്നു? വഇൻ കാദൂ, അവരടുത്തിരുന്നു, ല യഫ്തിനൂനക, തങ്ങളെ തിരിച്ചു കളയുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. അനില്ലദീ ഔഹൈനാ ഇലൈക, നാം തങ്ങളിലേക്ക് അയച്ചതായ, തങ്ങളിലേക്ക് അറിയിച്ചതായ ദിവ്യ സന്ദേശങ്ങളെ തൊട്ട് തങ്ങളെ തിരിച്ചു കളയുന്നതിന് വേണ്ടി അവരെ ആഗ്രഹിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു. എന്തിനു വേണ്ടി? തൽ നിർമ്മിച്ചുണ്ടാക്കി പറയുന്നതിന് വേണ്ടി. അലൈന, നമ്മുടെ മേൽ, വൈറഹു, നമ്മുടെ വഹിയല്ലാത്തത് തങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി പറയണേ എന്നവർ കൊതിച്ചിരുന്നു. വൈദൻ, അസമയത്ത്, ലത്തഖദൂക ഖലീല, അങ്ങനെ അവർ കൽപ്പിക്കുന്നതായ ലൗ ഫഅൽത മാ ദഅൗക ഇലൈഹി, തങ്ങളെ അവരെന്തൊന്നിലേക്കാണോ തങ്ങളെ അവർ എന്തൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ ഒന്നെങ്ങാനും തങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ വൈദൻ, അസമയത്തിലെത്തഹദൂ, അവർ ആക്കുമായിരുന്നു തങ്ങളെ ഖലീലൻ, മിത്രങ്ങളാക്കുമായിരുന്നു. അപ്പം തങ്ങളെ മിത്രങ്ങളാക്കുന്നതിന് വേണ്ടി, തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഖുർആനിൽ പെടാത്തതായ വഹി കടത്തിക്കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. പക്ഷെ അത് നടന്നിട്ടില്ല. വീണ്ടും സൂറത്തുൽ ഇസ്രാ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു,
വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ. വലൗല അൻ സബ്ബത്നാക, നബിയെ തങ്ങളെ നാം സത്യത്തിന്റെ മേൽ ഉറപ്പിച്ചിരുന്നില്ല എങ്കിൽ ലഖദ് കിത്ത, തങ്ങളാകുമായിരുന്നേനെ, തങ്ങളാകാറെടുക്കുമായിരുന്നു. തർക്കനു ഇലൈഹിം, അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. ഷൈഅൻ ഖലീലൻ, അല്പമെങ്കിലും തങ്ങളുടെ ഹൃദയം അവരിലേക്ക് ചായുമായിരുന്നു. അത്രത്തോളം അവർ പരിശ്രമിച്ചിരുന്നു തങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി. വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ കൂടി പറയുന്നു, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക, ഇപ്രകാരം അൻസൽനാഹു മുതഫരിഖൻ, ഖുർആൻ കുറേശ്ശെയായിട്ട് ഇറക്കി തന്നു. എന്തിനു വേണ്ടി? അതുകൊണ്ട് തങ്ങളുടെ ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയും തങ്ങളത് മനഃപ്പാടമാക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ ഹൃദയത്തിൽ അത് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി. സൂറത്തുൽ ഫുർഖാൻ 32 ഈ വിവരിച്ചതായ ആയത്തുകൾ, ഈ ആയത്തുകളുടെ വിവിധങ്ങളായ ഇമാമീങ്ങൾ പറഞ്ഞതായ തഫ്സീറുകൾ മനസ്സിലാക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശുദ്ധ ഖുർആൻ നബി തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതായ അവസരത്തിൽ അതിനെ, ആ വചനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി, അതിലെന്തെങ്കിലും കടത്തിക്കൂട്ടുന്നതിന് വേണ്ടി. കാരണം കടത്തിക്കൂട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇഅ്ജാസുടേതാവുകയില്ല. ഇഅ്ജാസുടേതാകാതിരുന്നാൽ ഖുർആനിനെ എന്താക്കാൻ പറ്റും? എതിർക്കാൻ കഴിയും എന്നതിന് വേണ്ടി ഖുർആനിൽ പെടാത്തത് കടത്തിക്കൂട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് അവരുടെ ശ്രമം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും നമുക്ക് ഹദീസുകളിലേക്ക് വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വന്നപ്പോൾ ആ വഹിയിന്റെ അവസരത്തിൽ അതിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി പിശാചിന് എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ സാധ്യതയില്ലയോ എന്നതിനെ പറ്റിയുള്ളതായ സംശയത്തിന് സാധ്യത പോലുമില്ല എന്നതിനെ വിവരിക്കുന്ന ആയത്തുകൾക്ക് പുറമെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിഷ്പക്ഷമായിട്ട് നാം ഒന്ന് ചിന്തിക്കുക. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ റആനി, ആരെങ്കിലും എന്നെ കണ്ടാൽ, ഫിൽ മനാമി, ഉറക്കത്തിൽ ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ, ഫഖദ് റആനി, സ്വപ്നത്തിൽ കണ്ടത് ഞാൻ തന്നെ, എന്നെ തന്നെ കണ്ടിരിക്കുന്നു. ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ കണ്ടാൽ ആ കണ്ടത് ഞാൻ തന്നെ. കാരണം ഫഇന്ന ശൈത്വാന, പിശാച്, ലാ യതമസ്സലു ബിസൂറത്തി, പിശാചിന് എൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് നൽകുന്നതായ സന്ദേശം വലിയൊരു സന്ദേശമാണ്. ഫൈദാലം യഖ്ദിരി ശൈത്വാൻ, പിശാചിന് കഴിയുന്നില്ല അലാ അൻ യതമസ്സല ഫിൽ മനാമി, ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുക്കൽ ബിസൂറത്തിർ റസൂൽ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ രൂപത്തിലായിട്ട് പിശാചിന് ഉറങ്ങിക്കിടക്കുന്നവരുടെ അടുക്കൽ പോലും പ്രത്യക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ ഫകൈഫ, എങ്ങനെയാണ് പിശാചിന് ഖദറ കഴിയുന്നത്, അലത്തശബ്ബുഹി, പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നത് ബിജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കഴിയും? ഹാല ഇസ്തിആരി തബ്ലീഇ വഹിയില്ലാഹി തആല, അല്ലാഹുവിന്റെ വഹിന്റെ മഹത്വം എന്താണ്, അള്ളാഹുവിന്റെ പ്രത്യേകത എന്താണ്, കൊണ്ടുവരുന്ന മലക്കിന്റെ പ്രത്യേകത എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഉണർത്തിയത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന വഹി, ആ വഹിയുടെ അവസരത്തിൽ പിശാചിന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കഴിയും? ഉറങ്ങിക്കിടക്കുന്ന സാധാരണ മനുഷ്യരുടെ അടുക്കൽ പോലും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത പിശാചിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കഴിയും? നിഷ്പക്ഷമായിട്ട് നാം ഒന്ന് ചിന്തിക്കുക. ഒന്ന്. രണ്ടാമതായിട്ട് വീണ്ടും അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, മാ സലക ഉമർ, സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ടതായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയില്ല ഫജ്ജൻ, ഒരു വഴിയിൽ, ഇല്ലാ വസലക ശൈത്വാനു ഫജ്ജൻ ആഖറ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ കൂടി നടന്നു വരുന്നത് കണ്ടാൽ പിശാച് മറ്റൊരു വഴിയിൽ കൂടി അതാ മാറിപ്പോവുകയാണ്. ശരിക്കും മനസ്സിലാക്കുക. ഫൈദാലം യഖ്ദർ, പിശാചിന് കഴിയുന്നില്ല
അലാ അൻ യഹ്ദുറ മഅ ഉമറ ഫീ ഫജ്ജിൻ വാഹിദിൻ. ഒരു വഴിയിൽ നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരു വഴിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത പിശാച് ഫകൈഫ യഖ്ദിറു, പിന്നെ എങ്ങനെയാണ് കഴിയുന്നത്? അലാ അൻ യഹ്ദുറ മഅ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കഴിയും? അത് തന്നെ ഫീ മൗഖിഫി തബ്ലീഗി വഹിയില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി എത്തിച്ചു കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ആ വഹിയിൽ അതാ തിരിമറി നടത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് പിശാചിന് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോലും ഒരു വഴിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത പിശാച്, ഉറങ്ങിക്കിടക്കുന്നവരുടെ അടുക്കൽ പോലും നബി തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്തതായ പിശാചിന് എങ്ങനെയാണ് വഹയിന്റെ അവസരത്തിൽ പ്രത്യക്ഷപ്പെടാനും ആ വഹിയിൽ മാറ്റങ്ങൾ തിരുത്തുവാനും കഴിയുന്നതെന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിലെ 52-ാമത്തെ ആയത്തിൽ പറയുന്നതായ ചില വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ മുൻഗാമികളായി ഇമാമിങ്ങൾ പറഞ്ഞതായ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ വചനങ്ങളിൽ പിശാചിന് ഒരു നിലയിലും തന്നെ അതിൽ തശ്വീഷ് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും അതോടൊപ്പം തന്നെ ഹദീസ് കൊണ്ടും നാം മനസ്സിലാക്കി. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട 3 ആമുഖങ്ങളാണ്. ഇറക്കപ്പെട്ട വചനത്തിന്റെ ഇജാസ്, അതിൻ്റെ അമാനുഷികത നിലനിൽക്കുന്ന കാലത്തോളമെല്ലാം ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റാർക്കും തന്നെ കൈകടത്തലുകൾ കണ്ടെത്താൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയാകുന്നത് കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് കാണുന്നതല്ല, പിന്നെയോ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഉൾക്കാഴ്ച കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഇജാസ് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കപ്പെട്ടതാണ്. അറബി ഭാഷയിൽ ഇറക്കപ്പെട്ടതായ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നതായ അമാനുഷികത മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷയുടെ ഇൽമുൽ അറബിയത്തിന്റെ വിവിധ ശാഖകൾ മനസ്സിലാക്കുക. അങ്ങനെ വിവിധ ശാഖകൾ അടങ്ങിയതായ വിശുദ്ധമായ ഖുർആനിന്റെ അറബിയിലുള്ള ഖുർആൻ വെറും ഒരു പരിഭാഷയിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുകയില്ല. അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ചർച്ച തുടരുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ നിർവചനമാകുന്ന അൽ ലഫ്ദുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസ്, അമാനുഷികതയ്ക്ക് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മേൽ ഇറക്കപ്പെട്ടതായ വചനങ്ങളാണ്. ആ വചനങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നും വന്നതാണ്. ലൗഹിൽ മഹഫൂദിൽ നിന്നും റൂഹിൽ അമീൻ എത്തിച്ചു കൊടുത്തതാണ്. അതിൽ മറ്റാർക്കും തന്നെ ഒരു കൈകടത്തലുകൾക്കും സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർആന്റെ ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ് എന്ന വിശുദ്ധ ഖുർആന്റെ വചനത്തിൽ കൂടി ലളിതമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മുടെ വിശുദ്ധ ഖുർആന്റെ തഅരീഫ്, അതിൻ്റെ നിർവചനം, ആ നിർവചനം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആവർത്തനങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ ആയത്തുകളുടെ പാരായണത്തിനെ സംബന്ധിച്ച്, അവകളിലുണ്ടാകുന്ന അർത്ഥവ്യത്യാസങ്ങളെ സംബന്ധിച്ച് എല്ലാം നാം ചർച്ച ചെയ്യുന്നതാണ്. ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വിവിധങ്ങളായ പാരായണം അർത്ഥവ്യത്യാസങ്ങളുണ്ട് എങ്കിലും ആ അർത്ഥവ്യത്യാസങ്ങൾ ഒരിക്കലും തന്നെ പരസ്പരം തആറുദല്ല, തഹാലുഫ് മാത്രമേ ഉള്ളൂ. പരസ്പരം എന്താകുന്നില്ല, പൂർണ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകുന്ന രൂപത്തിലില്ല. പക്ഷേ ചില പദങ്ങൾക്ക് ചില അർത്ഥങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ ആവർത്തനങ്ങൾക്കും അതിലടങ്ങിയിരിക്കുന്ന ഭാഷാപരമായ സാഹിത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നീ വിഷയങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്ന ഖുർആൻ പരിഭാഷയല്ല, പരിഭാഷകൾക്കും അപ്പുറമാണ്. ആ ഖുർആൻ ഇജാസ് മുഅ്ജിസത്ത് ഉടയതായ ഖുർആനാണ്. ആ അമാനുഷികത ഉടയതായ ഖുർആൻ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചർച്ചകളിൽ കൂടി നമുക്ക് തുടരാം. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.